നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. കുവൈറ്റ് അഗ്നിബാധയിൽ മരണപ്പെട്ട ഇന്ത്യക്കാരനെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ബീഹാർ ദർബംഗ സ്വദേശിയായ കലൂക്കയാണ് മരണപ്പെട്ടതെന്ന് DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് അയക്കും. മംഗഫിൽ NBTC താമസ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ട ജീവനക്കാരൻ ബീഹാർ ദർബംഗ സ്വദേശിയായ കലുക്ക ആണെന്ന് DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. DNA പരിശോധനാ നടപടിക്രമങ്ങൾക്ക് വേണ്ടി സഹോദരൻ ഷാരൂഖ് ഖാനെ കഴിഞ്ഞ ദിവസം NBTC അധികൃതർ കുവൈത്തിലെത്തിച്ചിരുന്നു. കഴിഞ്ഞ 7 വർഷമായി NBTCയിൽ ജീവനക്കാരായിരുന്ന കലുക്ക നിലവിൽ NBTC ഹൈവേ സെന്ററിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് അയക്കുമെന്ന് NBTC HR ആൻഡ് അഡ്മിൻ കോർപ്പറേറ്റ് ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്ത് അറിയിച്ചു. കലുക്കയുടെ സഹോദരനും ഇതേ വിമാനത്തിൽ മൃതദേഹത്തോടൊപ്പം അനുഗമിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി NBTC അറിയിച്ചു. അതേസമയം മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്കായുള്ള NBTC അടിയന്തര ധനസഹായമായ 8 ലക്ഷം രൂപ കലുക്കയുടെ കുടുംബത്തിന് നാളെ തന്നെ കൈമാറും. കൂടാതെ സംസ്കാര ചടങ്ങുകൾക്കായി ആവശ്യമായ തുകയും NBTC കലുക്കയുടെ സഹോദരന് കൈമാറിയിട്ടുണ്ട്. മംഗഫ് അഗ്നിബാധയിൽ മരണപ്പെട്ട മുഴുവൻ പേരുടെയും കുടുംബത്തിന് അടിയന്തര ധനസഹായമായ 8 ലക്ഷം രൂപയും കൂടാതെ സംസ്കാര ചടങ്ങുകൾക്കായി 25,000 രൂപയും വിതരണം ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായും NBTC അറിയിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന 3 ജീവനക്കാർ ഉൾപ്പെടെ 6 ജീവനക്കാരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഫിലിപ്പീൻ തൊഴിലാളികൾക്ക് കുവൈത്ത് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് അവസാനിപ്പിച്ചു. കഴിഞ്ഞ വർഷമാണ് ഫിലിപ്പീൻസിൽ നിന്ന് പുതുതായി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് കുവൈത്ത് നിർത്തിവച്ചിരുന്നത്. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പ്രത്യേകം യോഗം ചേർന്നാണ് വിലക്കെടുത്തു മാറ്റാൻ തീരുമാനിച്ചത്. കുവൈത്തിനെ പ്രതിനിധീകരിച്ച് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹും ഫിലിപ്പീനെ പ്രതിനിധീകരിച്ച് വിദേശ തൊഴിൽ വകുപ്പ് ഡയറക്ടർ ബെർണാഡ് ബിയും പങ്കെടുത്തു. ധാരണാപത്രത്തിൽ ഇരുവിഭാഗവും ഒപ്പുവെച്ചതോടെയാണ് പ്രവേശന വിലക്കിന് അവസാനമായത്. തൊഴിലുടമകളുമായുള്ള പ്രശ്നങ്ങളിൽ കഴിഞ്ഞിരുന്ന ഗാർഹിക തൊഴിലാളികളെ ഫിലിപ്പീൻസ് എംബസി പ്രത്യേക ഷെൽട്ടർ ഒരുക്കിയായിരുന്നു താമസിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിനു പകരം വിദേശ ഗാർഹിക തൊഴിലാളികൾക്ക് പൊതുവായി ഏർപ്പെടുത്തിയ അഭയകേന്ദ്രത്തിൽ മാത്രമേ ഫിലിപ്പീൻ തൊഴിലാളികളെയും താമസിപ്പിക്കാൻ പാടുള്ളൂ എന്ന തീരുമാനവും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസികളുടെ പട്ടികയിൽ കുവൈത്ത് ദിനാർ വീണ്ടും 1ാം സ്ഥാനത്ത്. മിഡിൽ ഈസ്റ്റ് എക്കോണമി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 കറൻസികളിൽ കുവൈത്ത് ദിനാർ വീണ്ടും 1ാം സ്ഥാനത്തെത്തിയത്. ആഗോള വ്യാപാരത്തിൽ അടിസ്ഥാന കറൻസിയായി കണക്കാക്കപ്പെടുന്ന US ഡോളറിന് പകരമായി ലഭിക്കുന്ന വിദേശ കറൻസിയുടെ യൂണിറ്റുകളുടെ എണ്ണം താരതമ്യപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഒരു കുവൈറ്റി ദിനാർ ലഭിക്കുന്നതിന് $3.25 നൽകേണ്ടത്. മിഡിൽ ഈസ്റ്റ് എക്കണോമിയാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 കറൻസികളിൽ കുവൈറ്റി ദിനാറാണ് വീണ്ടും 1ാം സ്ഥാനത്ത് എത്തിയത്. കുവൈറ്റിന്റെ സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥ, ഉയർന്ന തോതിലുള്ള എണ്ണ കയറ്റുമതി മുതലായവയാണ് കുവൈറ്റി ദിനാറിനെ വിപണിയിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് മുന്നിൽ നിർത്തുന്ന പ്രധാന ഘടകം. യൂറോ 9ാം സ്ഥാനത്തും US ഡോളർ 10ാം സ്ഥാനത്തുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് അനുശോചനം രേഖപ്പെടുത്തി. കുവൈത്തിൽ ചൂട് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും മതിയായ മുൻകരുതൽ എടുക്കണമെന്ന് മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റും CEOയുമായ മുഹമ്മദ് അലി VP പറഞ്ഞു. മംഗഫിൽ സംഭവിച്ച തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കുവൈറ്റിലെ പ്രമുഖ ആതുര സേവന ദാതാക്കളായ മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളും ഡോക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു. ഇൻഷുറൻസ് മാനേജർ അജയ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓപ്പറേഷൻ ഹെഡ് ജുനൈസ് കോയ്മ, ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് ഷബീർ, HR മാനേജർ ജസീലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. മംഗഫിലുണ്ടായ ദുരന്തം ഏറ്റവും വേദനാജനകമാണെന്നും കുവൈറ്റിൽ ചൂട് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും മതിയായ മുൻകരുതൽ എടുക്കണമെന്നും മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റും CEOയുമായ മുഹമ്മദ് അലി VP അയച്ച സന്ദേശത്തിൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്ത് ഏലത്തൂർ അസോസിയേഷൻ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് 2024 വിതരണം ചെയ്തു. ഏലത്തൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC, +2 തുടങ്ങിയ പരീക്ഷകളിൽ വിജയം കൈവരിച്ച കുവൈറ്റ് ഏലത്തൂർ അസോസിയേഷൻ KEA അംഗങ്ങളുടെ കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. മൊമന്റോയും ക്യാഷ് അവാർഡുമാണ് എലത്തൂർ MI മദ്രസ ഹാളിൽ വെച്ച് വിതരണം ചെയ്തത്.
അമീൻ അബ്ദുൽ അസീസിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കുവൈറ്റിൽ തീപിടുത്ത ദുരന്തത്തിൽ മരണപ്പെട്ട സഹോദരങ്ങളുടെ മരണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഹബീബ് എടേക്കാട് സ്വാഗതവും പ്രസിഡന്റ് യാക്കൂബ് എലത്തൂർ അധ്യക്ഷതയും നിർവഹിച്ച പരിപാടികൾ എലത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ 1-ാം വാർഡ് കൌൺസിലർ മനോഹരൻ മാങ്ങാറയിൽ ആശംസകൾ നേർന്ന ചടങ്ങിൽ കുവൈറ്റ് എലത്തൂർ അസോസിയേഷൻ രക്ഷാധികാരി EK അബ്ദുൾ റസാഖ്, എലത്തൂർ മഹല്ല് മുത്തവല്ലി നിസാർ KM, സലീം ഹാജി മാളിയക്കൽ, ഉനൈസ്, KEA കോർഡിനേറ്റർമാരായ ഫിറോസ് N, ഷെഫീഖ് KP, ഹാസിഫ് SM തുടങ്ങിയവരും പങ്കെടുത്തു. വിദ്യാഭ്യാസ അവാർഡ് വിതരണ കമ്മിറ്റി ചെയർമാൻ അർഷദ് ഹംസ നിയന്ത്രിച്ച പരിപാടികൾക്ക് മുഹമ്മദ് അസ്ലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ചതിൽ സന്തോഷം പങ്കിടുന്നതായി കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് അറിയിച്ചു. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. സാഹിത്യ മേഖലയിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റേക്കാട്ട്, UA ഖാദർ, MT വാസുദേവൻ നായർ തുടങ്ങി നിരവധി പ്രഗത്ഭരെ സമ്മാനിച്ച നഗരം കൂടിയാണ്. ഇതോടുകൂടി കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നന്ദി.